കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാന്റെയും ഫരിസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷണം അതിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ചിരിക്കുന്ന തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുവാനുള്ള സന്ദേശമാണ്. ആദ്യ വായനയിൽ ശാവൂൾ രാജാവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ശാവൂൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവായിരുന്നു. ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു ശാവൂൾ രാജാവ്. എന്നാൽ ശാവൂൾ അനുസരണക്കേട് കാണിച്ചു. സാമുവേലിനോട് ദൈവം അവനോട് ചോദിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. സാമുവേൽ ചോദിക്കുന്നു, നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തില്ലേ? പിന്നെ നീ എന്തുകൊണ്ടാണ് അനുസരണക്കേട് കാണിക്കുന്നത്? നീ അമലേഖ്യരുമായിട്ടുള്ള യുദ്ധത്തിൽ പോയിട്ട് കള്ളത്തരങ്ങൾ കാണിച്ച് യുദ്ധസ്ഥലത്ത് നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത്. ശൗൽ ഇത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് ഇപ്രകാരമാണ് അവൻ ചിന്തിച്ചത്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും കർത്താവിന് ബലികൾ അർപ്പിക്കുന്നുണ്ടല്ലോ. ശൗൽ വിചാരിച്ചത് അനുസരണക്കേട് കാണിച്ചിട്ട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ബലിയർപ്പിച്ച് അതിനെ ന്യായീകരിക്കാമെന്നായിരുന്നു. പലപ്പോഴും നമുക്കും നമ്മുടെ ചിന്തകളിലും വരും, അസത്യത്തിലൂടെയും അനീതിയിലൂടെയും കള്ളത്തരങ്ങളിലൂടെയുമൊക്കെ സമ്പാദിക്കുകയോ എന്തെങ്കിലും നേടുകയോ ചെയ്തിട്ട് ബലികൾ അർപ്പിച്ചാൽ, നേർച്ചയിട്ടാൽ, പ്രാർത്ഥിച്ചാൽ അതെല്ലാം ന്യായീകരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന അതിനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശൗലിനോട് ശമൂവേൽ പറയുകയാണ്, ബലിയേക്കാൾ കരുണയാണ് ശ്രേഷ്ഠം. ബലിയേക്കാൾ നിൻ്റെ ഹൃദയമാണ് ശ്രേഷ്ഠം. നിൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ്, എളിമയുള്ള സ്നേഹമുള്ള ഒരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഫരിസേയരും യോഹന്നാന്റെ ശിഷ്യന്മാരും യേശുവിനെ ചോദ്യം ചെയ്യുകയാണ്, എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുന്നത്? ശൗലിന് സംഭവിച്ച അതുതന്നെയാണ് ഫരിസേയർക്കും സംഭവിച്ചത്. അവർക്ക് നോയമ്പും ഉപവാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ നടുവിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞില്ല. യേശുവിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞില്ല. ഈശോ അവരോട് പറയുന്നുണ്ട്, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ്. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കാറില്ല. പുതിയ ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും പാലിക്കുന്ന ഹൃദയമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് വേണമെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, സഹോദരങ്ങളുമായിട്ടൊരു സ്നേഹബന്ധമില്ല. അങ്ങനെയുള്ള ഹൃദയങ്ങളൊക്കെ പഴയ തോൽക്കുടങ്ങളാണ്. പുതിയ തോൽക്കുടങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയം, വിശ്വാസത്താൽ ജ്വലിക്കുന്ന ഹൃദയം, ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ഹൃദയം, ദൈവത്തെ ആരാധിക്കുന്ന ഹൃദയം. ഇതാണ് പുതിയ തോൽക്കുടങ്ങൾ. ശൗലിന് സംഭവിച്ചതും ഫരിസേയർക്ക് സംഭവിച്ചതും ഒന്നുതന്നെയാണ്.
അവരുടെ തെറ്റുകൾ ഒന്നു തന്നെയായിരുന്നു. ശൗൽ ബലിയർപ്പിച്ചു, എന്നാൽ അവൻ്റെ ഹൃദയം അനുസരണക്കേടുള്ള ഹൃദയമായിരുന്നു. പരിസേയർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നടത്തി, എന്നാൽ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ല. നമുക്ക് ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ ഹൃദയവും ദൈവവുമായിട്ട് എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്ന ഹൃദയമാണോ? അതോ എൻ്റെ ഹൃദയം വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബലികളും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹൃദയമാണോ? ദൈവം നമ്മൾ ഓരോരുത്തരോടും എന്ന് പറയുന്നത്, എനിക്ക് നിൻ്റെ ഹൃദയം മതി, എനിക്ക് നിൻ്റെ ഹൃദയം മതി, നിൻ്റെ ബലിയല്ല, നിൻ്റെ ഹൃദയമാണ് എനിക്ക് ആവശ്യം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട് ഈ ദിവ്യബലിയിലൂടെ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം.